എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മലയാളത്തിൽ നീ വന്നാൽ, നീ ചെയ്താൽ, നീ പോയാൽ എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ ഹിന്ദിയിൽ എങ്ങനെ പറയും എന്നാണ് ഇന്ന് നോക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് ഹിന്ദിയിലും മലയാളത്തിലും പഠിക്കാം. മലയാളത്തിൽ വാക്കിന്റെ കൂടെ ആൽ, വന്നാൽ, പോയാൽ, ചെയ്താൽ എന്ന് ചേർക്കുമ്പോൾ ഹിന്ദിയിൽ വരാൻ രണ്ട് വാക്കുകൾ മാത്രം നമ്മൾ ചേർത്താൽ മതി. വന്നാൽ, പോയാൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാ. ആദ്യം വാചകത്തിന്റെ തുടക്കത്തിൽ അഗർ എന്ന് ചേർക്കണം. വന്നാൽ, പോയാൽ ഒക്കെ പറയുമ്പോൾ ഇതാ വാചകത്തിന്റെ തുടക്കത്തിൽ അഗർ എന്ന് ചേർക്കണം. രണ്ടാമത്തെ കാര്യത്തിന് മുൻപ് തോ എന്ന് ചേർക്കണം. രണ്ടാമത്തെ കാര്യത്തിന് മുൻപ് തോ എന്ന് ചേർക്കണം. എക്സാമ്പിൾ നോക്കാം. നീ വന്നാൽ ഞാൻ വരും. അഗർ തും ആവോगे तो मैं ആവൂങ്ക. ഇവിടെ നോക്കിയ നീ വന്നാൽ ആദ്യം എന്ത് ചേർത്തു? നമ്മള് അഗർ ചേർത്തു അല്ലേ? അഗർ തും ആവോगे, നീ വന്നാൽ. അതിനു മുമ്പ് നമ്മൾ ആദ്യം അഗർ ചേർത്തു അല്ലേ? നീ വന്നാൽ എങ്ങനെ പറയാം? അഗർ തും ആവോगे. ഞാൻ വരും. തോമേ ആവൂങ്ക, തോമേ ആവൂങ്ക. അതിന് ആദ്യം നമ്മൾ എന്ത് വെച്ചു? തോ ചേർത്തില്ലേ? മനസ്സിലായല്ലോ. വാചകത്തിൽ വരുന്ന മാറ്റം നമുക്ക് നോക്കാം. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ സംസാരിക്കുന്നത് വരാനിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചായതുകൊണ്ട് ഫ്യൂച്ചർ ക്രിയയുടെ അവസാനം ഗാ ഗി വരും. നീ വരുന്നു. തും ആത്തേ ഹോ, നീ വന്നാൽ. അഗർ തും ആവോगे. മനസ്സിലാവുന്നുണ്ടോ? ഗാ ഗി എന്ന് ചേർക്കും ഫ്യൂച്ചർ. നീ വരുന്നു പറയുമ്പോ തും ആത്തേ ഹോ. അടുത്തത് നീ വന്നാൽ ഞാൻ പോകും. അഗർ തും ആവോगे तो मैं जाऊंगा. നീ വന്നാൽ ഞാൻ പോകും. അഗർ തും ആവോगे तो मैं जाऊंगा. നീ ഇത് ചെയ്താൽ ഞാൻ സമ്മതിക്കും. അഗർ തും ഇത് കരോगे तो मैं मान जाऊंगा. അഗർ തും ഇത് കരോगे तो मैं मान जाऊंगा. നീ ഇത് ചെയ്താൽ ഞാൻ സമ്മതിക്കും. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? നീ ഇത് ചെയ്താൽ ഞാൻ സമ്മതിക്കും. നീ അവിടെ പോയാൽ എനിക്ക് സന്തോഷമാകും. അഗർ തും വഹാം ജാവോगे तो मुझे खुशी होगी. अगर तुम वहां जाओगे तो मुझे खुशी होगी. എനിക്ക് സന്തോഷമാകും. വാചകത്തിന്റെ ആദ്യം അഗർ എന്നും രണ്ടാമത് എന്താ? തോ എന്നും. അവൻ ജോലി ചെയ്താൽ ഞാൻ വരാം. അഗർ വഹ് യഹ് കാം കരേഗാ तो मैं ആവൂങ്ക. അഗർ വഹ് യഹ് കാം കരേഗാ तो मैं ആവൂങ്ക. അവൻ ഈ ജോലി ചെയ്താൽ ഞാൻ വരാം. മനസ്സിലാവുന്നുണ്ടോ? അഗർ വഹ് യഹ് കാം കരേഗാ तो मैं ആവൂങ്ക. നീ പഠിച്ചാൽ നീ ജയിക്കും. അഗർ തും പഠോगे तो तुम जीतोगे. അഗർ തും പഠോगे तो तुम जीतोगे. നീ പഠിച്ചാൽ നീ ജയിക്കും. നീ പഠിച്ചാൽ അഗർ തും പഠോगे നീ ജയിക്കും. तो तुम जीतोगे. മഴ പെയ്താൽ ഞാൻ വരില്ല. അഗർ ബാരിഷ് ഹോഗി तो मैं नहीं ആവൂങ്ക. മഴ പെയ്താൽ അഗർ ബാരിഷ് ഹോഗി ഞാൻ വരില്ല. तो मैं नहीं ആവൂങ്ക. മഴ പെയ്താൽ ബാരിഷ് ഹോഗി. അഗർ നീ ചോദിച്ചാൽ ഞാൻ തരാം. അഗർ തും പൂച്ചോगे तो मैं दूंगा. അഗർ തും പൂച്ചോगे നീ ചോദിച്ചാൽ ഞാൻ തരാം. तो मैं दूंगा. നീ വിളിച്ചാൽ ഞാൻ വരാം. അഗർ തും ബുലാവോगे तो मैं ആവൂങ്ക. അഗർ തും ബുലാവോगे तो मैं ആവൂങ്ക. നീ വിളിച്ചാൽ ഞാൻ വരാം. നീ ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാകും. അഗർ തും ധ്യാൻ ദോगे तो तुम्हें समझ आएगा. अगर तुम ധ്യാൻ होगे तो तुम्हें समझ आएगा. നീ ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാകും. വ്യത്യാസം അപ്പോൾ അഗർത്തോ എന്നിവ എങ്ങനെ ഉപയോഗിക്കണം എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കാര്യങ്ങൾ പഠിക്കാം. ബൈ.